അതായത് ഇതിലെ പ്രതി അത്രയും ഒരു വളരെ ദുഷ്കൃത്യമാണ് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ വിജയമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധു പെൺകുട്ടി, വളരെ പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്നത്, വളരെ ശുദ്ധയായ പെൺകുട്ടി, ആ പെൺകുട്ടിയെ അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്തപ്പോൾ അതിനെതിരെ അത് ചെയ്തവനാരാണോ അവർക്കെതിരെ അവൻ ശക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും അതിന് ഉപരിയായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറും അദ്ദേഹത്തിൻ്റെ ടീമും വളരെ ശുഷ്കാന്തിയോടുകൂടി ഓരോ കാര്യവും ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വാദിച്ച് ലഭിച്ച വിജയമാണിത്. കേസന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും വലിയ രീതിയിലേക്കുള്ള വെല്ലുവിളികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. സംശയിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു, പല കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ വന്നിരുന്നു. അതൊന്നും ഞങ്ങളെ ചഞ്ചലരാക്കിയില്ല. കാരണം ഞങ്ങൾ സത്യത്തിൻ്റെ പാതയിലാണ്, ശരിയുടെ പാതയിലാണ് പോകുന്നത് 100% ഉറപ്പുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള അധ്വാനിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഈ വിജയം. ഇങ്ങനെയൊരു ഹർജി പ്രതി നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ? ഒരു തരത്തിൽ ആശങ്ക ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും ശക്തമായ തെളിവുകളാണത്. നേരിട്ടുള്ള ദൃക്സാക്ഷി ഇല്ലെങ്കിൽ പോലും അതിൽ ഉള്ള സയൻറ്റിഫിക് എവിഡൻസസ് അതാർക്കും പറിച്ചറിയാൻ പറ്റുന്നതല്ല. ഞങ്ങൾ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്ന എത്രയോ മുമ്പ് തന്നെ ഇത് ലാബിൽ DNA ഡിറ്റക്ട് ചെയ്തെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലെ യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടെത്തുക, ഈ DNA ഉടമസ്ഥൻ അവകാശി ആരെന്ന് കണ്ടെത്തുക എന്നുള്ള ഒരു ദുഷ്കരമായ ദൗത്യമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ വിജയിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പോലീസ് സേനയുടെ വിജയം, പഴുതടച്ചുള്ള അന്വേഷണം, കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണം ഒക്കെയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ? എക്സാക്ട്ലി. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിധി അത് പോലീസ് സേനയുടെ ഒരു വിജയം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ കേസ് അന്വേഷണമൊക്കെയായി ബന്ധപ്പെട്ട പോലീസിന് കൂടുതൽ ഊർജ്ജം പകരുന്ന തരത്തിൽ തന്നെയാണ് ഈ വിധി എന്ന് കൂടി അദ്ദേഹം തീർച്ചയായിട്ടും വിനീത വിജിയാണ് അന്വേഷണ സംഘത്തലവനുമായി സംസാരിച്ചത്. എന്തെല്ലാം പ്രതിസന്ധികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്ന് വ്യക്തമാക്കുകയായിരുന്നു പോലീസ് ഓഫീസർ.